ഹായ്, ഞാൻ ഡോക്ടർ അരുൺ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ദിനംപ്രതി സ്കൂളുകളിൽ കുട്ടികൾക്കൊക്കെ മുണ്ടി വീക്കം ഒരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. അപ്പോൾ നമ്മളൊരു OP പ്രാക്ടീസിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മുണ്ടി വീക്കായിട്ട് വരികയാണ്. സ്കൂളിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾക്ക് അസുഖം ഒരുപാട് വ്യാപിച്ച് ക്ലാസ്സുകളൊക്കെ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരെ ഇപ്പോൾ വരികയാണ്. അപ്പോൾ എന്താണ് ഈ മുണ്ടി വീക്കം? മംസ് ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ ഡോക്ടറിനെ വിളിക്കുക. പൊതുവേ ഇതൊരു വൈറസ് അസുഖമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ ഒരു 8 ദിവസം മുതൽ 16 ദിവസം വരെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങളൊക്കെ വരിക. അപ്പോൾ പൊതുവേ ഈ മുണ്ടി വീക്കം, താടവീക്കം, മുണ്ടി നീര് ഇങ്ങനെയൊക്കെ ഈ അസുഖത്തിന് നമുക്ക് വിളിക്കാം. പൊതുവെ രോഗിയുടെ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ള നമ്മളെ ഫ്ലൂയിഡ്സിലൂടെയൊക്കെയാണ് വായുവിലൂടെയാണ് അസുഖം രോഗികളിലേക്ക് പകരുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ നല്ലോണം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? കടുത്ത പനി, തലവേദന, അതുപോലെ ശരീരവേദന, അതുപോലെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മളെ ഉമിനീർ ഗ്രന്ഥിയിലുള്ള വീക്കം. അതുകൊണ്ട് നമ്മുടെ ചെവിയുടെ തൊട്ട് താഴെ നല്ലപോലെ നീര് വരിക, വേദന വരിക, വായ തുറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടാവും. ഇതിന് പുറമെ ഈ അസുഖത്തിൻ്റെ തീവ്രത കൂടി ഗുരുതരമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് മെനിഞ്ചൈറ്റിസ് വരാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് കടുത്ത തലവേദനയും ഛർദിയും ക്ഷീണവും ഉണ്ടാവും. അതുപോലെ നമ്മളെ കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ വീക്ഷണങ്ങൾക്ക് വീക്കം വന്ന് ഇൻഫെക്ഷൻ വരാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ വന്ധ്യത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കേണ്ട. മുണ്ടി വീക്കം വന്ന എല്ലാ കുട്ടികൾക്കും ഈ ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ മുണ്ടി വീക്കമുള്ള കുട്ടികൾക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മളെ കഴുത്തിൻ്റെ അവിടേക്ക് നീര് വന്ന് ഒരുപാട് വേദന, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവർക്ക് നമുക്ക് ഐസ് വെച്ച് കൊടുക്കാം, അതുപോലെ ചൂട് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. നിർബന്ധമായും മുണ്ടി വീക്കം വന്ന കുട്ടികൾ ഡോക്ടറെ കാണിച്ചിരിക്കണം. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ട് ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, ഛർദി ഉണ്ടെങ്കിൽ ഛർദിയുടെ മരുന്ന് കൊടുക്കുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക. പിന്നെ പരട്ടാനുള്ള കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് നീര് കുറയാനായിട്ട്. പിന്നെ ഡോക്ടർ പരിശോധിച്ച് എന്തെങ്കിലും ഗുരുതരമായ ലക്ഷണങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ശരിക്കും പ്രസക്തി. കാരണം നമ്മൾ എല്ലാവർക്കും മുണ്ടി വീക്കത്തിനെതിരെയുള്ള വാക്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. MMR എന്നാണ് ആ വാക്സിൻ്റെ പേര്. നമ്മളെ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഇതുവരെയുള്ള എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പും നമ്മൾ എടുത്തിട്ടുണ്ട് കുട്ടിക്ക്, പക്ഷെ എന്നിട്ടും എന്താ എൻ്റെ കുട്ടിക്ക് മുണ്ടി വീക്കം വന്നു എന്നുള്ളത്. ശരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കിട്ടുന്ന വാക്സിൻ MR വാക്സിനാണ്. അപ്പം MR മീസിൽസ്, റുബല്ല, ഈ 2 ഇൻഫെക്ഷന് മാത്രമുള്ള പ്രതിരോധം മാത്രമേ MR വാക്സിനുള്ളൂ. യഥാർത്ഥത്തിൽ MMR വാക്സിൻ എടുത്താൽ മാത്രമേ നമുക്ക് മുണ്ടി വീക്കത്തിനുള്ള പ്രതിരോധം കിട്ടുകയുള്ളൂ. അപ്പോൾ MMR മംസ്, മീസിൽസ്, റുബല്ല, അപ്പോൾ ഈ 3 അസുഖത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് MMR വാക്സിൻ. അപ്പോൾ ഇപ്പോൾ ഈ വാക്സിൻ നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ MMR വാക്സിൻ എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്സിനാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് വാക്സിൻ എടുത്തു, അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഓർത്ത് ഒരുപാട് വാക്സിൻ നിന്ന് പിന്നോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ MMR വാക്സിൻ വളരെ സേഫാണ്. അതുപോലെ ഈ വാക്സിനേഷൻ അല്ലാതെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അസുഖം പ്രതിരോധിക്കാം എന്ന് കൂടി പറഞ്ഞു തരാം. അതായത് രോഗി ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹോം ഐസൊലേഷൻ, ആ കുട്ടിയെ നമ്മൾ ഒരു 10 മുതൽ 12 ദിവസത്തേക്ക് സ്കൂളിൽ വിടരുത്. അപ്പോൾ മാസ്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ വീട്ടിൽ വേറെ കുട്ടികൾ, അസുഖം വരാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് മാസ്ക് ഇട്ട് കൊടുക്കുക. രോഗിയെ പരിചരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകി നമ്മൾ ഹാൻഡ് ഹൈജീൻ ഉറപ്പ് വരുത്തുക. അതുപോലെ മുണ്ടി വീക്കം വന്ന രോഗികൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും പഥ്യം ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പഥ്യമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം കൊടുക്കുക. വെജ്, നോൺ വെജ് ആഹാരങ്ങളൊക്കെ കഴിക്കാം. എണ്ണയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ MR വാക്സിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 ഡോസ് വാക്സിനാണ്. 9ാമത്തെ മാസം, 15ാമത്തെ മാസം, അതുപോലെ 4.5 വയസ്സാകുമ്പോൾ 3ാമത്തെ ഡോസ് എടുക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് 2 ഡോസ് വാക്സിൻ എടുക്കുക. ഒരു മാസം ഗ്യാപ്പിൽ 2 വാക്സിൻ എടുക്കുക. ഇപ്പോൾ MR വാക്സിനൊക്കെ എടുത്തു, ഈ 5 വയസ്സൊക്കെ കഴിഞ്ഞു എല്ലാ ഡോസിൻ്റെ ഷെഡ്യൂൾ
കഴിഞ്ഞവരും ഇതേപോലെ നിങ്ങളെ പീഡിയാട്രീഷ്യനെ കണ്ട് MMR വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. ഇതൊരു പകർച്ചവ്യാധിയാണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ വന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ചിലവർ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ്, ചിലർക്ക് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് അസുഖം ഗുരുതരമാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. എല്ലാ ആൾക്കാരും, നമ്മുടെ അധ്യാപകരും നമ്മുടെ ഗവൺമെന്റിലെ ആരോഗ്യ പ്രവർത്തകരും രക്ഷിതാക്കളും എല്ലാ അധ്യാപകരൊക്കെ തന്നെ ഇതിൽ അസുഖത്തെ പറ്റിയും ഈ അസുഖത്തെ എങ്ങനെ തടയാവുന്നതിനെ പറ്റിയിട്ടൊക്കെ ബോധവാന്മാരാവേണ്ടതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു സമകാലിക പ്രസക്തിയുള്ള വീഡിയോ ഒരുപാട് രക്ഷിതാക്കളും ഒരുപാട് അധ്യാപകരും ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഷെയർ ചെയ്യുക. അതുപോലെ ഡോക്ടർ ഇരട്ടിക്കാരൻ എന്ന നമ്മുടെ ആരോഗ്യ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.